അടൂരേക്കും. അതെ, അടൂർ ഇതുപോലെ വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ചെറിയ മാർജിനിലാണ് അവിടെ MG കണ്ണൻ പരാജയപ്പെട്ടത്. UDF-ന്റെ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ വിജയിച്ച മണ്ഡലമാണ്. ഈ തവണ അടൂരിൽ മത്സരിക്കുന്നത് LDF-ന് വേണ്ടി പ്രിജി കണ്ണനും UDF-ന് വേണ്ടി CV ശാന്തകുമാറും NDA-ക്ക് വേണ്ടി പന്തളം പ്രതാപനുമാണ്. പന്തളം പ്രതാപൻ നേരത്തെ അവിടെ മത്സരിച്ചിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾ LDF-ഉം UDF-ഉം പുതിയ സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുന്നു എന്ന പ്രത്യേകത അടൂരുണ്ട്. അതുകൊണ്ട് അടൂര് വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണത്തെ മാർജിൻ എന്ന് പറയുന്നത് ചെറുതായിരുന്നു എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഈ മത്സരത്തിന്റെ ഒരു കാഠിന്യം അതല്ലെങ്കിൽ മത്സരത്തിന്റെ വാശി വളരെ വലുതാണ്. അപ്പൊ നമുക്ക് നോക്കാം, സ്ക്രീനിലേക്ക് നോക്കാം. അടൂരിൽ ആരാണ് മുന്നിൽ? UDF. അടൂരിൽ അട്ടിമറി. അടൂരിൽ 43.77 UDF, 40.94 LDF, 15.29 NDA എന്നുള്ളതാണ് നിലവിൽ അഖിലിന്റെ കോറിന്റെ കണക്ക് പറയുന്നത്. അതായത് ഒരു LDF മണ്ഡലം കൂടി UDF പിടിക്കാനുള്ള സാധ്യത തെക്കൻ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച്. 2.83 ഒരു നേരിയ മുൻതൂക്കം. ഈ 2.83 എന്ന് പറയുന്നതൊക്കെ എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ഒരു മുൻതൂക്കമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ മൂഡ് ഓഫ് ദ സ്റ്റേറ്റിൽ 3% ആയിരുന്നു ടൈറ്റ് ഫൈറ്റ് എങ്കിൽ. അപ്പം സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളില്ലായിരുന്നു. ഇത്തവണ സ്ഥാനാർത്ഥികൾ വന്നു ഡയറക്റ്റ് ഫൈറ്റാണ്, പേരുകൾ തമ്മിൽ, പല വ്യക്തികൾ തമ്മിൽ. അപ്പോൾ അത് 3 എന്നുള്ളത് നമ്മൾ 2.5 എന്നതിലേക്ക് മാറ്റിയിട്ടുണ്ട് ടൈറ്റ് ഫൈറ്റിന്റെ. അപ്പം UDF-ന് ഒരു മുൻതൂക്കം നിലവിൽ അടൂരിലുണ്ട്. അതൊരു സൂചനയാണ്. കാരണം പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ തവണ ക്ലീൻ സ്വീപ്പ് ആയിരുന്നു, 5-0 LDF ആയിരുന്നു. ഇതവണ നമ്മൾ പത്തനംതിട്ടയിൽ നോക്കിയ ആദ്യത്തെ മണ്ഡലം തന്നെ അടൂര് തന്നെ, LDF-ന്റെ സിറ്റിംഗ് സീറ്റായ അടൂര് തന്നെ ഇപ്പോൾ UDF-ന്റെ പക്കലേക്ക് പോകുമെന്ന സൂചന. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് അത്ര പരിചയമില്ല. രണ്ടുപേരും പുതുമുഖങ്ങളാണ്. രണ്ടുപേരും പ്രിജി കണ്ണൻ മറ്റൊരു ജില്ലയിൽ നിന്ന് മത്സരിക്കുന്നു. അപ്പം അവിടെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി BJP-യുടെ സ്ഥാനാർത്ഥി രാജീവ് സാർ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പന്തളം പ്രതാപനാണ്. വോട്ട് ഷെയറിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇല്ല, അവിടെ മത്സരം UDF LDF തന്നെ തമ്മിലാണ്. അവിടെ സീറ്റ് കിട്ടുമെന്ന് കരുതിയ ബാബു ദിവാകരൻ 2020 സ്ഥാനാർത്ഥിയായിട്ട് കുന്നത്തുകാട് മത്സരിക്കുന്നു. അപ്പോൾ ഇവിടെ വളരെ ടൈറ്റ് ഫൈറ്റ് ആണ്. ഈ എഡ്ജ് ഇപ്പോൾ UDF-ന് അടൂരിൽ ഉണ്ടാകുന്നതിന്റെ കാരണം മണ്ഡലത്തിൽ UDF-ന് അനുകൂലമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സൂചനയാണ്. അടൂർ മുനിസിപ്പാലിറ്റി ആ ഒരു ട്രെൻഡ് അനുകൂലമായിട്ട് UDF-നുണ്ട്. അതാണ് ഇപ്പോൾ ശാന്തകുമാറിന് പത്തനംതിട്ടയിൽ ഒരു UDF അനുകൂല ട്രെൻഡാണോ? എന്തായാലും അടൂരിൽ 2.83 മുൻതൂക്കം. അവിടെ LDF-നേക്കാൾ UDF-നാണ് എന്ന് വരുന്നു. UDF-ന് നേരിയ മുൻതൂക്കം എന്നുള്ളതാണ് കഥ.